2026 ജൂൺ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. മിഥുനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതിയും തിരുവാതിര നക്ഷത്രവും പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നു. എന്തെങ്കിലും അസുഖമായിട്ട് അല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണിത്. മതപരമായ ചടങ്ങുകൾക്കുള്ള അലസത മാറിക്കിട്ടുന്നു. പ്രാർത്ഥനയായിരുന്നാലും പൂജയായിരുന്നാലും ഉപാസനയായിരുന്നാലും അതൊക്കെ മാറിക്കിട്ടി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പറ്റുന്നു. ദൈവിക കൃപ ലഭിക്കുന്നു. കാര്യസാധ്യങ്ങൾക്കുള്ള തടസ്സമെല്ലാം മാറിക്കിട്ടുന്നു. എന്തിനു ഇറങ്ങിത്തിരിച്ചാലും ഉള്ള ചില ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ഗുരുവിൻ്റെ സംക്രമണം മൂലം ജൂൺ 2-ാം തീയതി മുതൽ ഏറെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ കിട്ടുന്നു. കണ്ടകശനിയുടെ കാഠിന്യം കുറയുന്നു. ഹൃദയത്തിന് അസുഖമുള്ളവർക്ക് തക്ക ചികിത്സ ലഭിക്കുന്നു. ചിലർക്ക് സർജറി മൂലം സുഖം ലഭിക്കുന്നു, ചിലർക്ക് മരുന്ന് മൂലവും സുഖം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാലയത്തിൽ ചേരുന്ന സമയത്തുള്ള തടസ്സങ്ങൾ മാറി തുടർ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നു. അലച്ചിലും വെപ്രാളവും ഇല്ലാതെ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്നവർക്ക് വിദ്യാഭ്യാസ ലോൺ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. ധനനഷ്ടം വരാതെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നു. ഉദ്യോഗസ്ഥർക്കുള്ള പണിഷ്മെൻറ്റ് അങ്ങനെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറും മറ്റുള്ള ശിക്ഷാ നടപടി ഉണ്ടെങ്കിൽ അതെല്ലാം റദ്ദാക്കുന്നു. ഉദ്യോഗത്തിൽ തിരികെ പ്രവേശിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ദമ്പതിമാരുടെ പിണക്കം മാറി ഒന്നിച്ചു ജീവിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് യൂണിഫോം സർവീസിൽ ജോലിക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു. ആർമി, നേവി, പോലീസ്, എയർഫോഴ്സ് അങ്ങനെയൊക്കെ ഉള്ള യൂണിഫോം സർവീസിലേക്ക് അവർക്ക് ജോലിക്ക് കയറാനായിട്ട് ഭാഗ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ ശ്രമിച്ചാൽ പല രീതികളിൽ കൂടിയും ധനനേട്ടം, നല്ല വഴികളിൽ കൂടി ധനനേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും ശല്യം കുറഞ്ഞു കിട്ടുന്നു. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമുള്ള വഴക്ക് മാറി അത് യോജിപ്പിലെത്താൻ സാധിക്കുന്നു. ചിലർക്ക് തെരഞ്ഞെടുപ്പ് വഴി പല അധികാരമുള്ള ജോലിയും ലഭിക്കുന്നു. പങ്ക് കച്ചവടക്കാർക്ക് പങ്ക് കച്ചവടക്കാരിലുള്ള ചതിയും പരസ്പരമുള്ള ചതിയും വഞ്ചനയും മൂലം അതിൽ ഉള്ള നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ആ നഷ്ടങ്ങളെ കണ്ടുപിടിച്ചിട്ട് പങ്കാളിയെ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുമൂലം പങ്ക് കച്ചവടം വളരെ ലാഭത്തിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നു. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പല മുതലുകളും തിരികെ ലഭിക്കുന്നു. അത് മോഷണം നടന്നു പോയതാവാം, അല്ലാത്തതാവാം, അതെല്ലാം തിരികെ ലഭിക്കുന്നു. കോടതിയിലെ കേസുകൾക്ക് വിജയം കണ്ടെത്തുന്നു. ചിലർക്ക് അഡീഷണലായി ഏതെങ്കിലും ഒരു പുതിയ സാമ്പത്തിക ഉറവിടം കൂടി കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. വീട്ടുജോലിക്ക് ഭൃത്യരെ ആവശ്യമുള്ളവർക്ക് അതിനുള്ള ആൾക്കാരെ അവർക്ക് ലഭിക്കുന്നു. വ്യാപാര, വ്യവസായ, കാർഷിക മേഖലകളിൽ അല്ലെങ്കിൽ നിർമ്മാണ മേഖലകളിൽ ഉണ്ടായിരുന്ന ജോലിക്കാരുടെ ക്ഷാമം പരിഹരിക്കപ്പെടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സമ്മാനമായി അയച്ചു തന്ന സാധനങ്ങൾ എന്തുമാകട്ടെ അത് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അതിന് ഡാമേജ് വരികയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ദേഹോദ്രവം ഏൽക്കാം, അതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കുക. അപകട സാധ്യതയും കണക്കിലെടുക്കാം, അതിനാൽ ജാഗ്രത വേണം. ഇനി മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവചനം നടത്തുന്നത്. ആദ്യം മകയിരം നക്ഷത്രമാണ്. 4 വയസ്സുവരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് നിസ്സാരമായ ചില അസുഖങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അത് ചില സമയത്ത് അത് പെട്ടെന്ന് ഗുരുതരമാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കുക. 4 വയസ്സ് മുതൽ 22 വയസ്സ് വരെ ഉള്ളവർക്ക് ത്വക്കിന് ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് അലർജി മൂലമോ നീരിളക്കം പോലുള്ള രോഗങ്ങളും ഉണ്ടാകാം. അതുപോലെ തന്നെ ക്രമേണ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടുന്ന വർഷങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ അസുഖങ്ങളെല്ലാം അവർക്ക് ഈ കാലയളവിൽ തന്നെ മാറിക്കിട്ടുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തിന് തടസ്സമില്ലാതെ പോകാൻ സാധിക്കുന്നു. ചിലർക്ക് കണ്ണുകളിൽ ചില പ്രശ്നങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ ശരീരത്തിലെ ചില ചെറിയ അവയവങ്ങൾക്കൊരു സർജറി വേണ്ടി വന്നേക്കാം. 22 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ സമയം ചിലർക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു മികച്ച തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. കിട്ടിയ തൊഴിലിൽ പുരോഗതിയും ഉണ്ടാകാം. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസവും ലഭിച്ചിരുന്ന അവർക്ക് നല്ല പദവിയിലുള്ള ഒരു ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അസൂയ ഉള്ള ആൾക്കാർ
പല കെണികളിലും നിങ്ങളെ പെടുത്തുവാനായിട്ട് അവർ ഓരോ കെണികളുണ്ടാക്കും. അതിലകപ്പെടാണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ശ്രദ്ധ. അതിലകപ്പെടരുത്. ഇഷ്ടമുള്ള ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനുള്ള ഒരു സമയവും കൂടിയാണിത്. സന്താന ഭാഗ്യങ്ങളും ഉണ്ടാകുന്നൊരു സമയമാണ്. 38 വയസ്സ് മുതൽ 38 വയസ്സ് മുതൽ 57 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെ കുടുംബത്തിലെ ചിലർക്ക്, അത് നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഹൃദയ സംബന്ധമായ അസുഖമോ വാതരോഗങ്ങളോ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയാണ് ഈ സമയം ഏറ്റവും നല്ലത്. താമസിക്കുന്ന വീട്ടിൽ നിന്നും വേറൊരു വീട്ടിലേക്ക് താമസം മാറുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായി ഈ സമയം പുരോഗതി ലഭിക്കാം. എങ്കിലും അത് കൂടുതൽ ശമ്പളം കിട്ടാൻ, മറ്റ് ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിയിരുന്നാലും അധ്വാനം കൂടുതലായി വരാം. ധാരാളം ധനം സമ്പാദിക്കാനും നിക്ഷേപ പദ്ധതികളിൽ മുടക്കാനും അതിന് സാധിക്കുന്നു. 57 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി ഒരുവിധം മെച്ചപ്പെട്ട ഒരു കാലമാകുന്നു. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാം. ഭാഗ്യം അനുകൂലമായ ഒരു കാലമാണവർക്ക്. പക്ഷേ ചിലർക്ക് മോഷ്ടാക്കളെ ഭയക്കേണ്ടി വരുന്നു. കാരണം നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ മോഷണ ശ്രമം നടത്താം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 74 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ചില അസുഖങ്ങൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിലും അത് തക്ക ചികിത്സ ലഭിച്ചതിനാൽ അത് സുഖം പ്രാപിച്ചു വരുന്നു. കേസ്, വഴക്ക്, തർക്കങ്ങൾ ഇവയ്ക്ക് പോകാതിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത്. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി സസുഖം വാഴാനുള്ളൊരു ഭാഗ്യവും കൂടി കാണുന്നുണ്ട്. അടുത്ത് തിരുവാതിര നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. തിരുവാതിര നക്ഷത്രക്കാരുടെ 6 വയസ്സ് വരെയുള്ള ആ കാലത്ത് അവർക്ക് ചില ത്വക്ക് രോഗങ്ങൾ ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ത്വക്കിലിങ്ങനെ തടിച്ചു പോകുക, അങ്ങനെയൊക്കെ ഉണ്ടാകാം. ചില മരുന്നുകൾ അവർക്ക് അലർജി ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടാകും. അതുപോലെ വിഷ വസ്തുക്കൾ ഈ സമയം കുട്ടികളിൽ നിന്ന് വളരെ ദൂരെ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് കഫത്തിൻ്റെ ഒരു ഉപദ്രവം ഉണ്ടാകാനും ഈ കാലത്ത് അവർക്ക് ഒരു ഇതുണ്ട്. 6 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്ക് വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ വരാം എന്ന് തോന്നും. എങ്കിൽ തന്നെയും അവസാന നിമിഷം ആ തടസ്സങ്ങളെല്ലാം മാറി അവർക്ക് തുടർ വിദ്യാഭ്യാസം കൃത്യസമയത്ത് തന്നെ അവർക്ക് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു കടാക്ഷം അവർക്കുണ്ട്. അവർക്ക് മികച്ച വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുകയും ചെയ്യും. ചിലർക്ക് വളരെ ചെറുപ്പത്തിലെ തന്നെ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതിനും കൂടിയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി 22 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിലർക്ക് വളരെ ഉയർന്ന വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. വിദേശത്ത് പോയി പഠിക്കാനും ഇതിൽ ചിലർക്ക് ഭാഗ്യമുണ്ട്. സ്വന്തം ഭവനത്തിൽ നിന്ന് വേറിട്ട് വേറൊരു ഭവനത്തിലേക്ക്, അത് ദൂരെയാവാം വിദേശ രാജ്യത്താവാം, താമസിക്കുന്നതിനുള്ളൊരു യോഗം കാണുന്നുണ്ട്. വിവാഹവും സന്താന ഭാഗ്യവും കൂടി അവർക്കുണ്ട്. ചിലർക്ക് ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില മാനഹാനി ദോഷങ്ങൾ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് അവർക്ക് തൊഴിലിന് പോകാതെ വെറുതെ വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന ഒരു ശീലവും കാണുന്നുണ്ട്. ചിലർ ഉന്നതങ്ങളിൽ എത്തിച്ചേരുന്നു. അവർക്ക് വിദ്യാഭ്യാസവും കഴിവും ഉണ്ടെങ്കിൽ, ശ്രമവും ഉണ്ടെങ്കിൽ അവർ വളരെ ഉയരത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. പുതിയ വീട് വാങ്ങുവാനും അല്ലെങ്കിൽ പുതിയതായി നിർമ്മിച്ച വീട്ടിൽ താമസിക്കുന്നതിനുള്ള യോഗവും കൂടി ഈ സമയം കാണും. 41 വയസ്സിന് മുതൽ 58 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് കലാ സാംസ്കാരിക രംഗങ്ങളിൽ അവർക്ക് മികച്ച സേവനങ്ങൾ അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ഏറെ ഗുണകരമായിരിക്കും അവരുടെ ആ പ്രകടനങ്ങളെല്ലാം. അതുപോലെ വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണമാണ്. ചിലർ ഗവേഷണപരമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കെല്ലാം വളരെ മികച്ച രീതിയിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നു. ഇഷ്ടവാഹനം വാങ്ങാൻ സാധിക്കുന്നു. ചിലർക്ക് ചില ചില്ലറ അസുഖങ്ങൾ വന്നേക്കാം എന്നതൊഴിച്ചാൽ അവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഉള്ളൊരു സമയമാണ്. ചിലർക്ക് ഇതിൽ പ്രമേഹ രോഗം ഉള്ളവരാണെങ്കിൽ ഈ സമയം ഒന്ന് വളരെയധികം അവരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സർജറി നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. 58 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് അസൂയാലുക്കളായ ആൾക്കാർ
ശത്രുക്കളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പല രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ നോക്കാം. വസ്തുവകകൾ, സ്ഥാപനങ്ങൾ മുതലായവ കൊള്ളയടിക്കാനും ഒരു ശ്രമം നടത്താം. അതുപോലെ തന്നെ നിങ്ങളെ ചതി, വഞ്ചന എന്നിവ നടക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ഓരോ ഇടപാടുകൾ നടത്താനായിട്ട്. വെറുതെ കരുതലോടെ വേണം ചെയ്യാനായിട്ട്. 65 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ കഷ്ടപ്പാടുകളും, ചതിവിൽ നിന്നും വഞ്ചനകളിൽ നിന്നെല്ലാം കഷ്ടപ്പെടുത്തുന്നവർക്ക് ഒരു നല്ല സമയമാണിത്. സർവ്വ ഐശ്വര്യങ്ങളിൽ ലഭ്യമാകും, മനസമാധാനം ലഭിക്കും. എങ്കിലും ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വരുന്നു. അസ്ഥിയെ സംബന്ധിക്കുന്ന ഒരു സർജറിയാണ് കാണുന്നത്. ചിലർക്ക് സന്തോഷിക്കാനും ഏറെ വകകൾ കാണുന്നുണ്ട്. ഇതിലൊരു മഹാഭാഗ്യം ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് കിട്ടുന്നുണ്ട്. 5 വർഷത്തേക്കുള്ള ഉയർന്ന പദവിയിലുള്ള ജോലി അവർക്ക് ലഭിക്കാം. താൽക്കാലിക ജോലിയാണ്, പക്ഷേ 5 വർഷത്തേക്കാണ്. വളരെ നല്ലൊരു പദവിയായിരിക്കും ലഭിക്കുക. അടുത്തത് പുണർതം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 4 വയസ്സ് വരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ പല രീതിയിലും ഐശ്വര്യങ്ങൾ വരാം. പല വിലപിടിച്ച സമ്മാനങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകാം. ചില അസുഖങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അത് എന്നതൊഴിച്ചാൽ, ആ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വേറെ വലുതായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ട് കാണുന്നില്ല ഈ സമയത്ത്. 4 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള പുണർത നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചിലർക്ക്, അച്ഛനമ്മമാർക്കോ ബന്ധുക്കൾക്കൊക്കെ സാമ്പത്തിക പ്രശ്നം വരാം. ഈ കാലഘട്ടത്തിൽ ഈ കുട്ടിയെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചില കൂട്ടുകെട്ടുകളുടെ മോശം കൊണ്ട് അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അവരങ്ങനെ മോശപ്പെട്ട കൂട്ടുകെട്ടാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് തടസ്സം വരാം. അതല്ലാത്തവർക്കാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് തടസ്സം വരാതെ മുന്നോട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനുള്ള ഒരു സമയവും കൂടിയാണിത്. ഈ സമയം വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ അവർക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു. ചിലരുടെ വിവാഹവും ഈ ചെറുപ്രായത്തിൽ തന്നെ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 23 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് ആരോഗ്യകരമായി പൊതുവെ വളരെ മെച്ചപ്പെട്ട ഒരു കാലമാണ് അവർക്ക്. ഉന്നത വിദ്യാഭ്യാസം ചിലർക്ക് ലഭിക്കുന്നു. വിദേശത്ത് പോയി പഠിക്കുന്നതിനും എല്ലാമുള്ള ഭാഗ്യമുണ്ട്. ധനസമൃദ്ധിയും മറ്റ് ഐശ്വര്യങ്ങളും അവർക്കുണ്ടാകാം. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലയളവിൽ. ജലാശയങ്ങളിൽ ഇറങ്ങുന്നത് വളരെ സുരക്ഷാ കവചങ്ങൾ ധരിച്ചുകൊണ്ടായിരിക്കണം. തൊഴിലിൽ ചില തടസ്സങ്ങൾ അവസാന 3 വർഷം വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ വേറെ ഒരു ദുർനടപടികളിലും നിങ്ങൾ പോകാതെ ശ്രദ്ധിക്കുക. കൃഷിക്കാർക്ക് അവസാനത്തെ 3 വർഷം ചില കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് ചിലർക്ക് ശത്രുദോഷം വരാൻ സാധ്യത കാണുന്നു. മരണത്തെ മുഖാമുഖം കാണേണ്ടതായി വന്നേക്കാം. എന്നാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുന്നു. വാഹനങ്ങൾ വളരെ ജാഗ്രതയായി ഓടിക്കുക. ദുർജനങ്ങളുമായി യാതൊരു തരത്തിലും, മോശപ്പെട്ട ആൾക്കാരുമായി ഒരു തരത്തിലും കൂട്ടുകെട്ടരുത് ഈ കാലഘട്ടത്ത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ദോഷങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഉദ്യോഗസ്ഥരാണെങ്കിൽ അതിനെ വളരെയധികം ബാധിക്കും. അവർക്ക് ശിക്ഷാ നടപടികളും മറ്റും ഉണ്ടായി ജോലി പോകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. 47 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടത്ത് ഇത്രയും നാൾ, അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർക്ക് വളരെ കഷ്ടപ്പാടുകളുള്ള ചിലർക്ക് ഉണ്ടായിരുന്നു. കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാനഹാനിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവർക്ക് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാം. എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. തൊഴിൽ സംബന്ധമായി ഉന്നതി ഉണ്ടാകാം. വാഹനങ്ങളും വീടും സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കുന്നു. ശത്രുക്കളും അസൂയാലുക്കളും കുറച്ചൊന്ന് അടങ്ങിയിരിക്കാം. ചിലർക്ക് അധികാരമുള്ള താൽക്കാലികമായ പദവി ലഭിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും കൂടി അവർക്കുണ്ട്. ചെയർമാൻ, ഉദാഹരണമായി പറഞ്ഞാൽ ചെയർമാൻ സ്ഥാനം, വൈസ് ചാൻസലർ, മാനേജിംഗ് ഡയറക്ടർ, ചെയർപേഴ്സൺ, കമ്മീഷൻ തസ്തിക, ഇങ്ങനെയൊക്കെയുള്ളതിലെല്ലാം ജോലി കിട്ടേണ്ട ഒരു സാധ്യത ഇതിൽ ചില പുണർത നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. 67 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. വിചാരിച്ചിരിക്കാതെയുള്ള ചില പ്രതികൂല നടപടികൾ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകാം. പ്രമേഹമുള്ളവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ധനത്തിന് കുറച്ച് ചെലവ് കൂടുന്ന ഒരു സമയമാണ്. ഒരു സർജറി കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. പ്രത്യേകിച്ച് വീഴാതെ ശ്രദ്ധിക്കുക.
73 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ളവർക്ക് കഷ്ടതകൾ മാറി വളരെയധികം മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടുന്ന ഒരു സമയമാണ്. മക്കളും കൊച്ചുമക്കളുമായി ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഉള്ള കാര്യങ്ങൾക്ക് ഫോണിലോ വാട്സപ്പിലോ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.